ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടികർ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ എത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. കാരണം ടോവിനോ തോമസ് ആളൊരു സൂപ്പർ സ്റ്റാർ ആയി തന്നെയാണ് ഇതിൽ അഭിനയിക്കുന്നത്. ഡേവിഡ് പടിക്കൽ പിന്നെ വമ്പൻ കാസ്റ്റിംഗ് ആണ്. ആരൊക്കെ ഉണ്ടോ? ടോവിനോ, സൗബിൻ, ഭാവന, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ അജു വർഗീസ്. അതെ, മൊത്തത്തില് വേറെ ഗണപതി. മൊത്തത്തില് ഒരു വലിയൊരു കാസ്റ്റിംഗ് തന്നെയാണ്. എന്താണെങ്കിലും സിനിമേന്റെ ടീസർ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഡേവിഡ് പടിക്കൽ എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ആളെ ചെറിയൊരു സംഭവങ്ങളൊക്കെ പുറത്തു വന്നതാണ് സിനിമേന്റെ ഇത് എന്താണെന്നുള്ളതൊക്കെ. അതായത് വലിയ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞിട്ട് പടങ്ങൾ മൊത്തം പരാജയമാണെന്നാണ് പറയുന്നത്. ഇത് നമുക്കറിയാവുന്ന സംഭവമാണ്. അപ്പം അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർ, അങ്ങനെ ക്യാരക്ടർ ആയിരിക്കും. എന്തായാലും സൂപ്പർ സ്റ്റാർ ആയിട്ട് ആള് പൂന്ത് വിളയാടുക എന്നുള്ളത് അറിയാം. എന്തായാലും ഒരു കളർഫുൾ എന്റർടൈനർ ആയിക്കോട്ടെ സാധനം. നമ്മൾ ഇതിന്റെ പോസ്റ്റർ ഒക്കെ കണ്ട സമയത്ത് ടോവിനോന്റെ ലുക്കും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കോസ്റ്റ്യൂമും ലുക്കും ഒരു രക്ഷയില്ല, ഭീകര. എന്തായാലും ലാൽ ജയർ ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നടികർ. ഓക്കെ, കാണാം. തുടങ്ങാം അങ്ങോട്ട് അല്ലേ? ഒരു നഗരത്തിൽ ഒരു അനീതി നടന്നാൽ അസ്തമയത്തിനുള്ളിൽ അവിടെ കലാപം നടന്നിരിക്കണം. ഇവിടെ അനീതി നടന്നത് എന്റെ കുടുംബത്താണ്. കലാപം നടന്നിരിക്കും. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ. What's next? No phones, no calls, no cinema. Just booze, dance, കുന്തലുക്ക്, കലാപരിപാടികൾ and finally എന്റെ കരിയർ നശിപ്പിക്കാൻ മനഃപൂർവ്വം ചെയ്യാം. കുട്ടികളും മാറ്റി നിർത്തിയ ഒന്നുമില്ല. ഞാനൊരു സൂപ്പർ സ്റ്റാർ അല്ലേ? താങ്കളൊരു ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത വെറും സൂപ്പർ ഹീറോ ചമയുന്ന ഒരു പൊട്ടൻ ചെക്കനാണെന്നാണ്. ഡേവിഡ് പടിക്കൽ. എന്ത് പഠിക്കൽ? ആരുടെ പഠിക്കൽ? നിന്റെ അച്ഛനാണ് പഠിക്കൽ. എന്താ ഫാൻസിനെ ഫോളോ ചെയ്യുന്നത്? എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറ്റുമോ? സിനിമയാണ്. സംഭവം കൊള്ളാട്ടോ. ടീച്ചർ അടിപൊളി, ഗംഭീരായിട്ടുണ്ട്, കളർഫുൾ ആണ്. ആദ്യം ഒന്ന് പേടിച്ചു, കാരണം ഇത് നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ലേ, വേറെ എന്തെങ്കിലും ആണോ? അതായത് ബോർഡർ, അവിടെയുള്ള ഫൈറ്റ്, യുദ്ധം, അത് ആളുടെ സിനിമയെ കുറിച്ചാണ് ആദ്യം കാണിക്കുന്നത്. അപ്പൊ ഭാവന അതില് ഒരു നായികയായിട്ടായിരിക്കും അല്ലേ? ആയിരിക്കണം. സിനിമ നടിയായിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇനി ഡേവിഡ് പടിക്കലിന്റെ ഭാര്യയായിട്ടായിരിക്കുമോ? അത് സാധ്യതല്ല. അതെന്താ? കുടുംബത്തിൽ നിന്നൊക്കെ പറഞ്ഞത് അത് സിനിമയില, അത് വിട്, സിനിമയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ആളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ടേ ഒരു പൊട്ടച്ചക്കെന്നൊക്കെയാണ് അതില്. അത് പറയുമല്ലോ സ്വാഭാവികമായിട്ടും. അല്ല, അവ കല്യാണം കഴിഞ്ഞ ഒരു ക്യാരക്ടർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഡയലോഗ് പറയോ? അത് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും അങ്ങനെ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മൊത്തം കളികള് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോ ആയിരിക്കാനും ചാൻസ് ഉണ്ട്. അല്ല, കല്യാണം കഴിയാത്തതായിട്ടാണ് എനിക്ക്. കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കാണ് അങ്ങനത്തെ കുറച്ച് പൊട്ടത്തരങ്ങളും കളികളും കൂടുതൽ ഉണ്ടാവുക. അതാണ് അതിന്റെ ഒരു വൈബ്. സീരിയസ്. എന്തായാലും എനിക്ക് തോന്നുന്നത് ആള് കല്യാണം കഴിഞ്ഞതല്ലാന്ന് തോന്നുന്നു. ഓക്കെ, നോക്കാം. എന്തായാലും സിനിമ വരുമല്ലോ. അതായത് അങ്ങ് ആയി പോയതാണ് തോന്നുന്നു. പ്രത്യേക കഴിവുകളൊന്നും ഇല്ലാതെ ആൾക്ക് നല്ല ലുക്ക് ഉണ്ട്. പിന്നെ വല്ല നെപ്പോക്കിഡോ ആണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ സൂപ്പർ സ്റ്റാർ ആയി മാറി ആൾക്ക് സിനിമയൊന്നും പിന്നെ വിജയിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ആളൊരു ബ്രേക്ക് എടുക്കുന്നുണ്ടോ എന്നൊരു സംശയം സിനിമയിൽ നിന്ന്. അങ്ങനെ ഉണ്ടാവും. അതായിരിക്കണം മേ ബി ആളുടെ ആ ഒരു ഡയലോഗ്. അതായത് ഫുൾ പരിപാടി, കലാപരിപാടികൾ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അതോ ഇനി അതും സിനിമയാണോ? ഇത് സിനിമയ്ക്കുള്ളിലെ സിനിമ ആയതുകൊണ്ട് ഇത് സിനിമേന്റെ ഭാഗമാണോ അതോ ആളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണോ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. അത് അങ്ങനെ തന്നെയാണ് ഇങ്ങനത്തെ സിനിമകളുടെ ഒക്കെ പ്രത്യേകത. നമുക്ക് ഏതാണ് ഇതിനകത്ത് ശരിക്കുള്ള ക്യാരക്ടർ എന്താണെന്നോ അല്ലെങ്കിൽ സിനിമ ഏതാണ് ക്യാരക്ടർ എന്താണെന്നോ നമുക്ക് ഐഡിയ കിട്ടില്ല. അതെന്തായാലും നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇത്രയും സംശയം നമുക്ക് തന്നെ തോന്നി. അത് തന്നെയാണല്ലോ ഏറ്റവും വലിയൊരു
പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊടുക്കേണ്ട സാധനം കൺഫ്യൂഷൻ ഉള്ളൂ, ടീച്ചർ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു വൈബ് തരുന്നുണ്ട്. ഒന്ന് പിന്നെ കാസ്റ്റിംഗില് കുറച്ചുപേരെ കൂടെ മിസ്സായിട്ടുണ്ട് കേട്ടോ. ബാലു വർഗീസ് അത് എടുത്തു പറയണം. അതായത് ആളുടെ മേക്കപ്പ്മാനും ആളുടെ എപ്പോഴും വലം കൈയായിട്ട് ആളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ബാലു വർഗീസും പിന്നെ ടോവിനോ ഈ ക്യാരക്ടറും കൂടി ആകുമ്പോഴേ അവളുടെ വൈബ് ഭയങ്കരമായിട്ടുണ്ടാവും. മറ്റവനും കൂടെ നോക്കണം കേട്ടോ, ചന്തുനെ. ആമ്പോ ആ ഒരു സാധനം കേട്ടോ, ലാലേട്ടനെ കൈമ വിരലുകള് വരെ അഭിനയിക്കുകയാണ്. നല്ലൊരു എന്താ പറയാ, ഒരു മറ്റേ നമ്മുടെ സലീം കുമാറേട്ടനെ പോലെ തന്നെ ഹ്യൂമറിൽ നല്ല കത്തിക്കയറാൻ ചാൻസ് ഉള്ള ഒരു നടൻ തന്നെയാണ് കേട്ടോ. അത് വരും വഴികളിലൊക്കെ ഉണ്ടാവും. ശരിക്കും ഓർമ്മിപ്പിക്കുന്നു. സത്യം, സലീം കുമാറിനെ തന്നെ നമുക്ക് ഓർമ്മ വന്നു പോകും ആ ഒരു സീന്. സലീം കുമാറിന്റെ ചെറുപ്പകാലം എന്താണെങ്കിലും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ സൗബിൻ സാഹിർ ഇതില് ഒരു സംവിധായകനായിട്ടാണെന്നുള്ളതാണ് നമുക്ക് തോന്നിയത്. ധ്യാൻ സംവിധായകനാണ്. ഞാൻ ഫുള്ള് ഉണ്ടാവില്ല കേട്ടോ. ധ്യാൻ ഏതെങ്കിലും തുടക്കത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമേന്റെ സാധനങ്ങൾ കാണിച്ചിട്ട് പോണ ആ സംഭവം ഉണ്ടാവും. ആള് ഇതിലൊരു ഡയറക്ടർ ആയിട്ടുള്ള രീതിയിൽ ഒരു ക്യാരക്ടറിനെ കാണിക്കും, കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നുള്ള എനിക്ക് കാമിയ പോലെ. അതിൽ തന്നെ പറയുന്ന സാധനം ഇതാണ്, ഇവൻ എന്റെ ഫ്യൂച്ചർ എന്റെ ഫ്യൂച്ചർ ഇല്ലാതെ അതേപോലെ തന്നെ ആയിരിക്കും. എന്തായാലും കുറച്ച് സീനുകളെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അതെ, എന്തായാലും വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. ഒരു കളർഫുൾ എന്റർടൈനർ മെയ് 3-ന്. എന്തായാലും സിനിമക്കുള്ളിലെ സിനിമ എന്നുള്ളത് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇത് സിനിമക്കുള്ളിലെ സിനിമ എന്നുള്ളതിലേക്ക് തന്നെ കടന്നു ചെല്ലോ, അതോ സിനിമക്കുള്ളിലെ ഒരു വലിയ സ്റ്റാർ ആയിരുന്ന ആളുടെ ഒരു ക്യാരക്ടർ അത് മാത്രം കാണിക്കുന്ന ഒരു സിനിമയാകുമോ എന്നുള്ളതും നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. എന്താണെങ്കിലും അങ്ങനെ ആവാൻ സാധ്യതയുണ്ടേ. അങ്ങനെ വരുമ്പോഴും എന്താണെങ്കിലും ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന, അതന്നെ ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത, അതിലും വരുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ സിനിമ ലൈഫും കാര്യങ്ങളും ഒക്കെ വീണ്ടും എടുത്ത് കാണിക്കും. അങ്ങനത്തെ സംഭവം തന്നെ ആയിരിക്കും. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം മെയ് 3-ലേക്ക്. എന്താണെങ്കിലും ഈ തിക്കും തിരക്കിന്റെ ഇടയ്ക്ക് കൊണ്ടുവരാൻ വലിയ ഭാഗ്യം. മെയ് 1-നൊന്നില്ലേ? മെയ് 1-ന് ഏതാടാ മെയ് 1-ന്? മലയാളി ഫ്രം ഇന്ത്യ. ശരി, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അപ്പൊ ക്ലാഷ് വരേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. നിവിൻ പോളി vs ടോവിനോ തോമസ്. എന്തായാലും എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് സിനിമ ഇനിയിപ്പോ ട്രെയിലറൊക്കെ വരാണ്ട്, അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇതെന്തായാലും അതായത് പെരുന്നാളിന് ഒരുപാട് സിനിമകൾ വരുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ പ്ലേ ചെയ്യാനാണ് തിയേറ്ററിൽ എന്നുള്ളതാണ്. നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ ഉടനടി വരും എന്നുള്ളത്. എന്തായാലും ഗംഭീര സിനിമയാവട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ. What's next? No phones, no calls, no cinema. Just booze, dance, kundaluku, kalabarivaru.